ആമസോണിൽ നിന്ന് ഒരു കൊറിയർ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഫോൺ വന്നിരുന്നു. അത് മേടിക്കാനായിട്ട് ഞാൻ മന്ദം നടന്നു വരുമ്പോഴേക്കും ആളെ കാണാനില്ല. പക്ഷെ നമ്മുടെ സംഭവം അവിടെ ഇരിക്കുന്നുണ്ട്. വർക്ക് റിലേറ്റഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ആൾക്ക് വീട് നല്ല പരിചയമാണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് പോയത്. കുറച്ചധികം ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്താണ് വന്നിട്ടുള്ളതെന്ന് എനിക്ക് വലിയ ധാരണയില്ല. അതാണ് ഞാനിങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നത്. പിന്നെ എന്ത് സാധനം കൊറിയർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പൊട്ടിച്ച് നോക്കാണ്ട് നമുക്കൊരു സമാധാനം കിട്ടില്ലല്ലോ. അതുപോലെ തന്നെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് അത് പൊട്ടിച്ച് നോക്കുകയാണ്. ആദ്യം തന്നെ അതിലെ വലിയ ബോക്സാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. സംഭവം വേറെ ഒന്നല്ല, ബെല്ലവിറ്റയുടെ പെർഫ്യൂമാണ്. ഞാൻ അതെൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഇത് ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് കുറേ നാൾ മുമ്പേ ഞാൻ വർക്കിന് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴാണ് അത് കൂടുതലും ട്രെൻഡിങ്ങിലായിട്ട് വന്ന് നിൽക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത കുഞ്ഞു ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. അതിലും സെയിം സംഭവം തന്നെയാണുള്ളത്. ബെല്ലാവിറ്റയുടെ ഒരു ഒറ്റ പീസായിട്ടുള്ള ഒരു പെർഫ്യൂം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെറിയ ഹാമ്പറിൽ വെക്കാനായിട്ടാണ് ആ ഒരു പെർഫ്യൂം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഇപ്പം എല്ലാ ഹാമ്പേഴ്സിലും കസ്റ്റമേഴ്സ് ഈ ഒരു പെർഫ്യൂം സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിന് നല്ല അടിപൊളി ഫ്രേഗ്രൻസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് കൂടുതലും കസ്റ്റമേഴ്സ് ഇത് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. പിന്നെ മാത്രമല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്കിതിൻ്റെ 2 സെറ്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, ഒരെണ്ണം സിംഗിൾ ആയിട്ടുള്ളതും വരുന്നുണ്ട്, പിന്നെ 4 എണ്ണത്തിൻ്റെ കോംബോയും വരുന്നുണ്ട്. പെർഫ്യൂം ലവേഴ്സ് ഉണ്ടെങ്കിൽ ബെല്ലാവിറ്റയുടെ ഈ പെർഫ്യൂം മേടിച്ചിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.